നീ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ അമ്മുവിന് വീഴ്ചയിൽ കാര്യമായി എന്തോ തകരാറ് പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും അവൾ അങ്ങനെ പറയില്ല. സ്വാധീന്ന് വെച്ച ജീവന അമ്മുന് ഇല്ലാത്ത കഥ അമ്മ പറയില്ല. പാവം, അവൾക്ക് ഈ വിധി വന്നല്ലോ. അമ്മയോട് ആരാ പറഞ്ഞത് ഇത് ഇല്ലാ കഥയാണെന്ന്? അമ്മുവിന്റെ കഴുത്തിൽ താലി കെട്ടിയത് സഞ്ജുവാ. ഇവിടെ വന്ന് അധിക നാൾ എത്തുന്നതിനു മുൻപ് തന്നെ ഈ വിവരം ഞാൻ അറിഞ്ഞിരുന്നു. കവിതയെ വിശ്വാസമില്ലാത്തതുകൊണ്ട് ഞാൻ ഇക്കാര്യം അവളോട് പറഞ്ഞിട്ടില്ല. കല്യാണ മണ്ഡപത്തിൽ വെച്ച് അമ്മ എന്റെ മുന്നിൽ വരാതിരുന്നെങ്കിൽ ഞാൻ ഈ സത്യം അവിടെ വെച്ച് വിളിച്ചു പറയുമായിരുന്നു. ഇപ്പോ അമ്മു തന്നെ അത് വിളിച്ചു പറഞ്ഞു. ഇനി അമ്മു ഇല്ല, ലക്ഷ്മി എന്ന പെരുവണ്ണാപുരത്തുകാരി ലച്ചു മാത്രം. ഓർമ്മയുടെ കുറച്ചു ഭാഗം നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. അങ്ങനൊരവസ്ഥയിൽ അമ്മു എത്തിയോ? അങ്ങനെയല്ലാതെ ഒരിക്കലും തന്റെ ഭർത്താവ് സഞ്ജുവാണെന്ന് അമ്മ പറയില്ല. എനിക്കതിൽ ഉറച്ച വിശ്വാസമുണ്ട് മമ്മി. ഈശ്വര, ഇനി അവർ അമ്മുനെ ആ വീട്ടിൽ നിർത്തുമോ? അവൻ മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടി കൊണ്ടുവന്നിരിക്കുക. മോളെ ഗൗരി, അമ്മുവിന് ഒരാപത്തും വരാതെ നോക്കണം. ഇതിനെയാണമ്മേ ദൈവത്തിന്റെ നീതിശാസ്ത്രം എന്ന് പറയുന്നത്. അവൻ ഒഴിവാക്കാൻ ശ്രമിച്ചാലും അവൾ ഒഴിഞ്ഞു പോകാൻ തയ്യാറായാലും ദൈവം നീതി നടപ്പാക്കുക തന്നെ ചെയ്യും. മംഗലശ്ശേരിക്ക് മുകളിൽ മാണിക്യമംഗലത്തിന്റെ ശാപം ഇങ്ങനെയാ വന്ന് പതിക്കാൻ പോകുന്നത്. കഥയറിയാതെ ആട്ടം കാണുന്നവർക്ക് കഥ ചൊല്ലിക്കൊടുക്കുന്ന ജോലി മാത്രമേ ഇനി നമുക്കുള്ളൂ. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും പ്രഭ എന്താ ഒന്നും മിണ്ടാത്തേ? അവിടെ അമ്മുവിന്റെ കാര്യത്തിൽ ഇന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാവണം. അവളുടെ അവിടുത്തെ ഓരോ പ്രവൃത്തികൾ അറിഞ്ഞത് മുതൽ അവളെ എനിക്ക് കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. എല്ലാം നമ്മളുടെ മോളുടെ ഭാവിയെ ബാധിക്കുന്നതാ പ്രഭേ. കുറച്ച് ഓർമ്മ പോയെന്ന് കരുതി ഒരു പെണ്ണിങ്ങനെയൊക്കെ ചെയ്താൽ ആരാ സഹിക്കുക? സ്ത്രീക്കുട്ടി ആയതുകൊണ്ട് മാത്രം ഇതെല്ലാം സഹിച്ചു, അല്ലാതെന്താ? സ്വന്തം ഭർത്താവാണെന്ന് സഞ്ജുവിനെ സങ്കല്പിക്കുക. ഓ, അവന്റെ പിന്നാലെ പൊതുപ്പെണ്ണിനെ പോലെ അഭിനയിച്ച് നടക്കുക. ഓ, ഓരോന്ന് കാണുമ്പോ ബാക്കിയുള്ളതിന്റെ തൊല ഉരിഞ്ഞു പോവാ. ഇത് ഒടുവിൽ എങ്ങനെ അവസാനിക്കുമെന്ന് പ്രഭ ആലോചിച്ചിട്ടുണ്ടോ? നമ്മളുടെ മോളുടെ ഭാവി വെച്ച് അവള് കളിക്കുന്നത്. ഇനി ഇത് തുടരാൻ പറ്റില്ല. അവൾക്ക് യഥാർത്ഥത്തിൽ ഓർമ്മപ്പിശകുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നല്ലൊരു ഡോക്ടറെ കാണിക്കണം. വേണ്ടുന്ന ട്രീറ്റ്മെന്റ് എടുക്കണം. അതിനും വൈകാൻ പാടില്ല. ഞാനും അത് ആലോചിക്കാതിരുന്നില്ല. ഇനി അമ്മുവിനെ മംഗലശ്ശേരിയിൽ താമസിപ്പിക്കുന്നത് തന്നെ സത്യത്തിൽ നമ്മുടെ മോക്ക് ആപത്താ. കാഞ്ചന പറഞ്ഞതെല്ലാം ഞാൻ സമ്മതിക്കാം. പക്ഷേ ഇന്ന് നമ്മുടെ മോള് ശ്രീകുട്ടി അവിടെ സഞ്ജുവിന്റെ ഭാര്യയായിരിക്കുന്നതേ ഈ അമ്മു കാരണോ? അതൊരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. വലിയൊരു ആപത്തിൽ നിന്ന് ശ്രീകുട്ടി അമ്മു രക്ഷിച്ചത്. ഇപ്പോ ആ അമ്മുവിന് കുറച്ച് പ്രശ്നം വന്നിരിക്കുക. അപ്പോ അവളെ രക്ഷിക്കാനുള്ള ചുമതല നമുക്കില്ലേ? അതിന് നമ്മൾ അവളെ തള്ളിക്കളയുന്നില്ലല്ലോ. അതാ പറഞ്ഞത് നല്ലൊരു ഡോക്ടറെ കാണിച്ച് വേണ്ടുന്ന ട്രീറ്റ്മെന്റ് ചെയ്യാമെന്ന്. ശരി, അത് സമ്മതിച്ചു. ഞാൻ സഞ്ജുവുമായിട്ട് ആലോചിച്ച് വേണ്ടത് ചെയ്യാം. അതിനി ഒരു നിമിഷം പോലും വൈകിച്ചുകൂടാ. പ്രഭേ, ഞാൻ ഇപ്പോഴേ ഒരു കാര്യം പറയാം. ഇല്ലെങ്കിലേ നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മളുടെ മോളുടെ ജീവിതമാ. അത് പ്രഭ മറക്കണ്ട.
ഒരുക്കങ്ങൾ എന്തായി? ആ കഴിയാറായി. ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. കൊള്ളാം. അതിനുള്ള സാഹചര്യമായിരുന്നു ഇവിടെ. ഇത് തന്നെ എന്തായി തീരുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. എന്റെ പേടിയും അത് തന്നെയാ. അല്ല, ദിനേശൻ ചേട്ടൻ എവിടെ? ഇവിടെ ഉണ്ടാവുമെന്നാ ഞാൻ കരുതിയേ. ഓ, ദിനേശങ്ങളൊരു കോൾ വന്നപ്പോൾ പുറത്തേക്ക് പോയി. ഇതാണോ സഞ്ജുട്ടന്റെ മുറി? അതെ. എന്നിട്ട് എന്തിനാ കാവേരിയപ്പച്ചനെ മറ്റൊരു മുറി കൊണ്ടുപോയത്? അത് നിന്നോട് ദേഷ്യം ഉണ്ടായിട്ടൊന്നും അല്ല. അച്ഛനോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നിന്നെ പുറത്തു കൊണ്ട് വന്നാ മതിയെന്ന് കരുതിയിട്ടാ. ഞാൻ അതിനല്ലേ പിന്നീട് വന്നത്. അപ്പൊ നീ എടുത്തു ചാടി ഓടുകയും ചെയ്തു. ഞാനെന്നല്ല, ആരായാലും പേടിച്ചു പോവില്ലേ? അപ്പച്ചി എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ മുറി പൂട്ടിയില്ലെങ്കിലും ഞാൻ അവിടെ തന്നെ ഇരിക്കുമായിരുന്നു. ഇതാരാ? ഇവിടെ ജോലിക്ക് നിൽക്കുന്ന ആളാ? ഞാൻ ചോദിച്ചതിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. തെറ്റൊന്നും പറ്റിയിട്ടില്ല. ഞാനിവിടുത്തെ ജോലിക്കാരൻ തന്നെയാ. ജോലിക്കാരനായിട്ടല്ല ഞങ്ങൾ ഇവനെ കാണുന്നത്. ഈ കുടുംബത്തിലെ ഒരു അംഗമാണ് രാജു. രാജു എന്നാണല്ലേ പേര്? ഞാൻ രാജുട്ടാന്ന് വിളിക്കട്ടെ? അങ്ങനെയായിരുന്നല്ലോ അമ്മ ഇന്നലെ വരെ എന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. രാജുവേട്ടനെ ഓർമ്മയില്ലെന്ന് മാത്രം അമ്മ പറയരുത്. എനിക്കത് സഹിക്കാൻ കഴിയില്ല. അയ്യോ, നിങ്ങൾ എന്നെ അമ്മ വിളിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ലച്ചുവാണെന്ന് എത്ര വട്ടം പറഞ്ഞു. ഇവിടെ അമ്മ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നോ? എന്നെ പോലെ ഇരിക്കുന്ന ഒരു കുട്ടി? അങ്ങനൊരു കുട്ടി ഉണ്ടായിരുന്നു. ഏകദേശം ലച്ചുനെ പോലെ തന്നെ അവളും. ശ്രീകുട്ടി അവളെ അനിയത്തി പോലെയാ കണ്ടത്. ഞാൻ ലച്ചുവാ. മറ്റൊരാളുടെ പേരിട്ട് ആരെന്നെ വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ആ അമ്മ സഞ്ജുട്ടന്റെ ഭാര്യ ആയിരുന്നില്ല. ഞാൻ സഞ്ജുട്ടന്റെ ഭാര്യയല്ലേ? നിങ്ങളെ കഥയല്ലേ നോക്കണ്ടേ? അവൾക്കൊന്നും ഓർമ്മയില്ല. അവളറിയാത്ത ഒരാളുടെ പേര് അവളെ വിളിക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് അവളോട് ചെയ്യുന്ന ദ്രോഹോ. എന്തെങ്കിലും ഒരു ഓർമ്മ വരട്ടെ എന്ന് കരുതിയല്ലേ അങ്ങനെ വിളിക്കുന്നത്. അവളെ മടക്കിക്കൊണ്ട് വരാതിരിക്കുന്നതല്ലേ ശരിക്കും നമ്മൾ അവളോട് ചെയ്യുന്ന ദ്രോഹം. ഒന്നേ നിന്നെ ഞാനൊന്ന് ശരിക്കൊന്ന് കാണട്ടെ. അയ്യോ, പുതിയ പെണ്ണല്ലേ വീട്ടിൽ വന്നിരിക്കുന്നത്. അനിയത്തി വേഷത്തിൽ നിന്ന് ഭാര്യയിലേക്ക്. കൊള്ളാം, എനിക്ക് നന്നായിട്ടങ്ങ് ബോധിച്ചു. നോക്കട്ടെ, സഞ്ജുവിന്റെ ഭാര്യ. ആ, ഞാനാരാന്ന് നിനക്കറിയോ? കവിതപ്പച്ചിയല്ലേ? ആഹാ, അയ്യോ, നീ എന്റെ പേര് മറന്നില്ലല്ലോ. ആ, അതെന്താ അത് മാത്രം ഓർത്തു വെച്ചത്? അത് കാവേരിപ്പച്ചി പറഞ്ഞു തന്നതാ. ഓഹോ, എത്ര പെട്ടെന്നല്ലേ ചേച്ചിന്ന് വിളിച്ചോണ്ടിരുന്നവർ അപ്പച്ചിമാരായത്. സഞ്ജു ഇപ്പൊ സഞ്ജുവേട്ടനുമായി അല്ലേ? ആ, സമ്മതിച്ചു തന്നിരിക്കുന്നു കേട്ടോ. ഞാൻ നിങ്ങളൊക്കെ ആദ്യമായിട്ടല്ലേ കാണുന്നേ? ആണോ? അയ്യോ, ഞാനത് അറിഞ്ഞിരുന്നില്ല കേട്ടോ. ആക്ച്വലി നീ നിന്റെ ഭാര്യ നാടകം തുടങ്ങാൻ ഈ ദിവസം തന്നെ തെരഞ്ഞെടുത്തത് എന്തുകൊണ്ടും ജോറായി. സഞ്ജുവിനെ സംബന്ധിച്ച് ഒരു വെടിക്ക് രണ്ട് പക്ഷി.
കവിതയപ്പച്ചി എന്താ പറയുന്നതെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെയുള്ളവരുടെയൊക്കെ സംസാരം കേട്ടാ തോന്നും നിങ്ങൾക്കൊക്കെ എന്നെ നേരത്തെ അറിയാന്ന്. നിന്റെ ആക്ടിംഗ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട്. ഷോ, നിനക്ക് ഇത്രയും ടാലന്റ് ഉണ്ടെന്നൊന്നും ഞാൻ കരുതിയില്ല. ശരിക്കും നീ ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു. പക്ഷേ ഞാൻ ഞെട്ടില്ല. നിന്റെ ഈ അഭിനയം ഉണ്ടല്ലോ, അതിവിടെ പലരുടെ മുന്നിലും വില പോയെന്ന് വരും. നിനക്ക് സിമ്പതിയും കിട്ടും. പക്ഷേ കവിതയുടെ മുന്നിൽ ഇതൊന്നും ചെലവാവില്ലടി. എന്താ നീ ഉന്നം വെക്കുന്നത്? സത്യം പറ. എന്തൊക്കെയാ അപ്പച്ചി എന്നോട് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആഹാ, നിന്നെ ആദ്യമായി കണ്ടപ്പോ തന്നെ നീ ഒരു പഠിച്ച കള്ളിയാണെന്ന് എനിക്ക് മനസ്സിലായതാ. സൂത്രപ്പണികളിലൂടെ ആളുകളെ വീഴ്ത്താൻ നീ മിടുക്കിയ. ഭക്തി, പാചകം, ശുശ്രൂഷ, ഷോ എന്തൊക്കെ നമ്പറുകളായിരുന്നു. വല്യേച്ചിക്ക് ഞാൻ അന്നേ മുന്നറിയിപ്പ് കൊടുത്തതാ, നീ കാരണമായിരിക്കും വല്യേച്ചിയുടെ മോള് കണ്ണീര് കുടിക്കാൻ പോകുന്നതെന്ന്. അതിപ്പോ സത്യമായല്ലോ. ഒടുവിൽ വല്യേച്ചിക്ക് ഞാൻ ശത്രുവായി. ആരുടെ മുന്നിലും മുട്ടുമടക്കാത്ത കാഞ്ചന നിന്റെ മുന്നിൽ കീഴടങ്ങി. അതും നിന്റെ മിടുക്ക് തന്നെ. മറ്റാരെങ്കിലും ഞാനെന്ന് കരുതിയാണോ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നേ? എനിക്ക് നിങ്ങൾ ആരെയും അറിയില്ലെന്ന് ഞാൻ പറഞ്ഞത് സത്യമാ. നിർത്തടി. നിന്റെ അഭിനയൊന്നും എന്റെ അടുത്ത് വേണ്ടാന്ന് ഞാൻ പറഞ്ഞല്ലേ? എന്നിട്ട് നീ എന്നെ ഫൂളാക്കാൻ നോക്കാണോ? എന്നെ ഏതോ അമ്മു ആണെന്ന് കരുതിയാ നിങ്ങളൊക്കെ സംസാരിക്കുന്ന. ഞാൻ അമ്മു അല്ല. ഞാൻ പറയുന്നത് സത്യമാ. എന്റെ നാട്ടിൽ എല്ലാവരും എന്നെ ലച്ചു എന്നാ വിളിക്കുന്നേ. ഇത് ഞാൻ പറഞ്ഞു പറഞ്ഞു മടുത്തു. ആക്ച്വലി എന്നെ സഞ്ജു നിന്നെ വിവാഹം കഴിച്ച? അതിന്ന് രാവിലെ. ഇന്ന് സഞ്ജുവിന്റെ വിവാഹമായിരുന്നു എന്ന് നിനക്കും എനിക്കും വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും അറിയാം. പക്ഷെ ഇന്ന് അവൻ താലി കെട്ടിയത് നിന്റെ ഈ കഴുത്തിലല്ല എന്ന് മാത്രം. പിന്നെ എങ്ങനെ ഞാൻ ഇവിടെ എത്തിയത്? സഞ്ജുട്ടൻ എന്നെ കൂട്ടിക്കൊണ്ട് വന്നതല്ലേ അപ്പച്ചി? എല്ലാം മനസ്സിലാക്കി വെച്ചു അപ്പച്ചി എന്തിനാ എന്നെ സങ്കടപ്പെടുത്തുന്ന? ഓ, നിങ്ങൾക്ക് ആർക്കും എന്നെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. പക്ഷെ എനിക്കിനി പോവാൻ ഒരിടവുമില്ല. ആഹാ, പക്ഷെ നിന്റെ കഴുത്തില് താലി കെട്ടിയ കാര്യം സഞ്ജു സമ്മതിച്ചിട്ടില്ലല്ലോ. വേറെ ഏതോ സഞ്ജയാണല്ലോ നിന്റെ ഭർത്താവ്. അയ്യോ, മഹാഭാവം പറയല്ലേ അപ്പച്ചി. ഞാൻ പോയിക്കോട്ടെ. പറഞ്ഞു കേട്ടത് തന്നെയാണോ സത്യം? ശരിക്കും അവൾക്ക് ഓർമ്മത്തെറ്റ് സംഭവിച്ചതാണോ? ഇന്നലെ വരെ കണ്ട അമ്മു അല്ല അവൾ. നാട്ടും പുറത്തു നിന്നു എന്ന കുട്ടിയുടെ മട്ടും ഭാവമൊക്കെയാ. അല്പം കൂടി ഒന്ന് കാത്തിരിക്കാം. ശ്രീദേവേടത്തി, ഭാഗ്യത്തിന് അമ്മ ശ്രീദേവേടത്തെയും സഞ്ജുവിനെയും തെറ്റിദ്ധരിച്ചതാണെന്ന് ശ്രീകുട്ടിക്ക് വിശ്വാസമായി. പിന്നെ കിച്ചനെ സഞ്ജുവായിട്ട് ഇവിടെ കൊണ്ടുവന്നതും തുണയായി. ട്രീറ്റ്മെന്റിലൂടെ അമ്മുവിന്റെ പ്രശ്നം പരിഹരിക്കാന്നാ ദിനേശേട്ടൻ പറയുന്നത്. അവൾ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. നമുക്ക് വേണ്ടി ജീവിച്ച കുട്ടിയല്ലേ അവള്. എന്റെ കാവേരി, ഞാൻ ആലോചിക്കുന്നത് ഇന്നത്തെ ഈ രാത്രി എങ്ങനെ തള്ളി നീക്കൂന്ന്. വിവാഹം പോലെ തന്നെ ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്ന് അവളുടെ ആദ്യ രാത്രി. ശരിക്കും അവളുടെ ജീവിതം ആരംഭിക്കുന്നത് അവിടെയല്ലേ? ശ്രീകുട്ടിയും സഞ്ജുവും സ്നേഹിച്ചു നടന്നവരല്ലേ? അവർക്കിനി പരസ്പരം മനസ്സിലാക്കാൻ ഒന്നുമില്ല. അതുപോലെയാണോ അമ്മു? അവളെ സംബന്ധിച്ച് ഇന്ന് കല്യാണ മണ്ഡപത്തിൽ വെച്ച് സഞ്ജുവിനെ കണ്ടതേയുള്ളൂ.
അധികം മിണ്ടിയിട്ട് കൂടിയില്ല. സ്വന്തം ഭർത്താവിനോട് അടുക്കാനും സംസാരിക്കാനും ആഗ്രഹം അടക്കി കാത്തിരിക്കുക അവള്. ഇന്നീ രാത്രി അവളെ തടഞ്ഞു വെക്കാൻ നമുക്ക് കഴിയൂ? അല്ലാതെ എന്ത് ചെയ്യും? മണിയറയിലേക്ക് പോകേണ്ടവൾ ശ്രീകുട്ടി തന്നെയാ. അത് അമ്മൂനോട് ചെയ്യുന്ന ദ്രോഹമൊന്നുമല്ല. ശ്രീദേവി എടുത്ത് അങ്ങനെ കരുതുകയും വേണ്ട. മോള് അമ്മൂനെ കണ്ടോ? അവള് സഞ്ജുവിന്റെ റൂമിന് മുന്നിൽ നിൽക്കുന്നത് കണ്ടോ? ഞാൻ വിളിക്കാനൊന്നും പോയില്ല. അവൻ റൂമിലില്ലല്ലോ അല്ലേ? ഇല്ല, ദിനേശനെ രാജു കൂടി മണിയറ ഒരുക്കല്ലേ. അല്ല, അമ്മ എന്താ വിളിച്ചത്? മോള് സഞ്ജുവിന്റെ റൂമിലേക്ക് പൊയ്ക്കോ. വേണ്ടമ്മേ, അമ്മുവിന്റെ പ്രശ്നം തീരുന്നത് വരെ ഞാൻ എന്റെ മുറിയിൽ കഴിഞ്ഞോളാം. നമ്മൾ എത്രയൊക്കെ സൂക്ഷിച്ചാലും അമ്മ വന്ന് സഞ്ജുവിന്റെ വാതിലിൽ തട്ടും. എന്നെ റൂമിനുള്ളിൽ കണ്ട അമ്മുവിനത് സഹിക്കാൻ കഴിയില്ല. വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാതെ നോക്കുകയല്ലേ വേണ്ടത്. വിവാഹം കഴിഞ്ഞ് 2 റൂമുകളിലായി കഴിയുന്നത് തന്നെ ശുഭകരമല്ലാത്ത കാര്യമാണ്. നിങ്ങളുടെ ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഞാൻ പാലെടുത്ത് തരാം. ശ്രീകുട്ടി അതുമായിട്ട് റൂമിലേക്ക് വയ്ക്കോ. മേടിച്ച മോളെ. ഇതുമായി സഞ്ജുവിന്റെ അടുത്തേക്ക് ചെല്ല്. അത് മേടിക്കും. ഇത് പിടിക്കും മോളെ. അമ്മു എന്നെ ആ റൂമിൽ കാണേണ്ട സാഹചര്യം ഉണ്ടായാൽ പിന്നെ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരും. ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു. ഞങ്ങൾ ഹോട്ടൽ മുറിയിലേക്ക് പോയാൽ മതിയായിരുന്നു. ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല മോളെ. സഞ്ജുവിനെ വീട്ടിൽ കാണാതിരുന്ന അമ്മു കരഞ്ഞിരിക്കും. നമ്മള് അവളുടെ ഭാഗത്ത് നിന്നും ചിന്തിക്കണ്ടേ? നീ ചെല്ല് ശ്രീകുട്ടി. പോകുന്ന വഴിക്ക് അമ്മ വന്ന് മുന്നിൽ പെടാതെ നോക്കണം. അവള് വീട്ടിലെ കാഴ്ചകൾ കണ്ട് നടക്കുക. അല്ല, അമ്മ അവളോട് എന്തു പറയും? സഞ്ജുവിന്റെ റൂം ഒരുക്കുന്നത് കണ്ടിട്ട് പോയതാ അമ്മു. ഇന്ന് രാത്രി അമ്മുവിന്റെ കാര്യം ഓർത്ത് മോള് ടെൻഷനാവണ്ട. അമ്മു നിങ്ങളുടെ മുറിയുടെ വാതിൽ വന്ന് മുട്ടില്ല. അവളുടെ കാര്യത്തിൽ നിനക്ക് ഞാൻ ഉറപ്പ് തരുന്നു. മോള് ചെല്ല്. ചെല്ല് മോളെ. ശ്രീദേവി അടുത്ത് എന്ത് പ്രതിവിധി കാണുമെന്നാ? എനിക്കെന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ. 2 പെൺകുട്ടികളുടെ കഴുത്തിൽ താലി കെട്ടിയ ഒരു മകന്റെ അമ്മയായി പോയില്ല ഞാൻ. ബാഗ് തന്നെയാണോ യാത്ര പറയുന്ന സമയത്ത് കുഞ്ഞുട്ടേട്ടൻ തന്നത്? ബാഗിനുള്ളിൽ കുറച്ച് ആഭരണവും പണവും പിന്നെ ഒരു ചെറിയ ഫോണും ഉണ്ടെന്ന് പറഞ്ഞതാ. അതൊന്നും കാണുന്നില്ലല്ലോ. ഇവിടെയുള്ളത് ആരുടെ ഫോണാണെന്നറിയില്ല. കുഞ്ഞുട്ടേട്ടനെ വിളിച്ച് വിവരം പറയാനും പറ്റാതായി. വിവരങ്ങൾ അറിയാൻ കഴിയാതെ മുത്തശ്ശി വിഷമിക്കുന്നുണ്ടാവും. ഈ ഫോണിൽ വിളിക്കാന്ന് വെച്ചാ ഇത് തുറക്കാനും പഠിക്കണം. ഇവിടെ ഒന്നും അമ്മൂനെ കാണുന്നില്ല.
മുന്നിൽ പെടാതിരുന്ന തൽക്കാലം രക്ഷപ്പെട്ടു. ശ്രീകുട്ടി ചേച്ചി